നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവരും എണീറ്റ് വരുന്ന സമയമൊക്കെ ആയിരിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ. ഇന്ന് ഈ ആഴ്ചയുടെ തുടക്കം കൂടിയാണ്, തിങ്കളാഴ്ചയാണ്. നല്ലൊരാഴ്ചയായിരിക്കട്ടെ എല്ലാവർക്കും എന്നൊക്കെ ആശംസിക്കുകയാണ്. ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസമാണിന്ന്. ഇതിലേക്കൊക്കെ നമുക്ക് കടക്കാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുൾപ്പെടെ 3 പേർ മരിച്ചു. ദാരുണാന്ത്യം കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗം സോണി എസ് കുമാറിന്, നെടുവത്തൂർ സ്വദേശിനി അർച്ചനയും സുഹൃത്ത് ശിവകൃഷ്ണനും മരിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞു. മരിച്ച അർച്ചന 3 കുട്ടികളുടെ അമ്മ. ഇസ്രായേലും ഹമാസും ഇന്ന് ബന്ദികളെ കൈമാറും. ഈജിപ്തിൽ ട്രംപ് ഉൾപ്പെടെ 20 നേതാക്കൾ പങ്കെടുക്കുന്ന 3ാം ഘട്ട സമാധാന ചർച്ച. യുദ്ധം അവസാനിച്ചെന്ന് ട്രംപ്. 500,000 people yesterday and today in Israel, and also the Muslim and Arab countries are all cheering. Everybody's cheering at one time. That's never happened before. Usually if you have one cheering, the other isn't. വെടിനിർത്തൽ തുടരുമെന്ന് പ്രഖ്യാപനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിലെടുത്തേക്കും. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തും. അമിക്കസ് ക്യൂരിയുടെ പരിശോധന ഇന്നും തുടരും. പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസും ബിജെപിയും. മന്ത്രിയുടെ ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധിക്കാൻ യുവമോർച്ച. അഫ്ഗാന്റെ ആക്രമണത്തിൽ പ്രതിരോധത്തിൽ പാകിസ്ഥാൻ. 56 പാക് സൈനികരെ കൊന്നെന്ന് അഫ്ഗാൻ. നിരവധി സൈനികരെ തടവിലാക്കി. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇറാനും സൗദിയും ഖത്തറും. ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ ഇന്ന് സർക്കാരിന്റെ സമവായ ചർച്ച. സഭകളുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിലെ നിയമനങ്ങളും അംഗീകരിച്ചേക്കും. മുനമ്പം കോടതി വിധിയിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന്. വാർത്തയിലേക്ക് വരുമ്പോൾ രാവിലെ ആദ്യം പോകുന്നത് കൊല്ലം നെടുവത്തൂരിലേക്കാണ്. വളരെ സങ്കടകരമായ ഒരു വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടയിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുൾപ്പെടെ 3 പേർ മരിച്ചുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ, നെടുവത്തൂർ സ്വദേശിനി അർച്ചന, സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണായിരുന്നു അപകടമുണ്ടായത്. മരിച്ച അർച്ചന 3 കുട്ടികളുടെ അമ്മയാണ്. ഈ പെണ്ണ് 34 വയസ്സുണ്ട്. അവളിവിടെ വന്ന് താമസക്കാരിയാണ്. 3 കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ ഭർത്താവ് ഉണ്ടായിരുന്ന അയാളുമായിട്ട് പിണങ്ങി നിൽക്കുക. 5-6 മാസത്തിന് മുമ്പേ അയാൾ പോയി. അങ്ങനെ ഇവള് എടുത്ത് കിണറ്റി ചാടിയതാണ്. ചാടിയപ്പോഴേ ഇവർ ഫയർഫോഴ്സിനെ വിളിച്ച് ആളുകൾ വന്ന് ഇവളെ ഈ ചാടിയ പെണ്ണിനെ എടുത്തും കൊണ്ട് ഫയർഫോഴ്സുകാരൻ കയറി വരുമായിരുന്നു. കയറി വന്നപ്പോൾ വെള്ളമാണോ എന്തോന്ന് അറിയത്തില്ല. 23 വയസ്സുണ്ടെന്ന് പറയുന്ന ആ പയ്യൻ ഇങ്ങനെ വെട്ടം അടിച്ചു കൊടുത്തതാണ്, ലൈറ്റ് അടിച്ചു കൊടുത്താൽ മാറ് എന്നവിടെ നിന്നവർ മൊത്തവും പറഞ്ഞൊക്കെ ഇവൻ കേട്ടില്ല. അവൻ പറഞ്ഞ ഫോൺ പോന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞ് ഇവൻ അവിടെ ബലമായിട്ട് നിന്ന വഴിക്ക് തന്നെ ഇവനും ഈ കിണറുമായിട്ട് മറിയുകയാണ് ചെയ്തത്. അന്നേരം ഇല്ല, ബോഡിയായിട്ട് കയറി വന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ മേളിൽ ഈ ഇതെല്ലാം കൂടെ വീണ് ആ പുള്ളി പെട്ടെന്ന് മരിച്ച്. അപ്പോഴേ അയാളെ അങ്ങ് കൊണ്ടുപോയി. അന്നേരം സമയമുണ്ട് 1:04 ആംബുലൻസ് ഈ ബോഡിയായിട്ട് പോകുന്നത്. രാത്രി 1 മണിയോടെ നമ്മുടെ നിലയത്തിൽ ഒരു കോൾ വരികയാണ്. അത് കുണ്ട്രയിൽ നിന്നാണ് അറിയിക്കുന്നത്. അറിയിപ്പ് ഇങ്ങനെയായിരുന്നു: കൊട്ടാരക്കര നിലയത്തിൽ നിന്നും ഒരു അപകടത്തെ തുടർന്ന് കിണറപകടം ഉണ്ടായി. അപ്പം നമ്മളൊരു ജീവനക്കാരെ ഇറങ്ങി, പുള്ളിക്ക് ഒരു അപകടം പറ്റി. അതുകൊണ്ട് അസിസ്റ്റിന് വേണ്ടി കുണ്ട്രയ്ക്ക് വിളിച്ചതാണ്. കുണ്ട്രയിൽ നിന്ന് കൊല്ലം നിലയത്തിലേക്ക് കോൾ വന്നു. നമ്മൾ വണ്ടിയിൽ എത്രയും പെട്ടെന്ന് തന്നെ പുറപ്പെടുകയായിരുന്നു. ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേക്ക് ഏകദേശം നമ്മളൊരു ജീവനക്കാരൻ ചുറ്റുമതിൽ കൂടി നിന്നവർ ഇവിടെ നമ്മളെപ്പോഴും അപകടം നടക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ആൾക്കാർ ദൂരെ മാറി നിൽക്കണം എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ സാഹചര്യം അങ്ങനെയല്ലായിരുന്നു. അടുത്ത് നിന്ന് ആരോ എന്തോ സംഭവിച്ചു, കിണറിൻ്റെ തിട്ട ഇടിഞ്ഞ് നമ്മുടെ സഹപ്രവർത്തകൻ്റെ പുറത്തൂടെ വീണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സഹപ്രവർത്തകന് പരിക്ക് പറ്റി. അതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മളെ കൊണ്ടുവന്ന നിലയും കൊട്ടാരക്കര നിലയവും അത്യാവശ്യം അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ നമുക്ക് ഇറങ്ങാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി റെഡിയായി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ വന്ന വഴി നമ്മൾ തന്നെ റെഡിയായി വന്നു.
ഏകദേശം 19 മീറ്ററോളം താഴ്ചയുള്ള കിണറായിരുന്നു. തീർത്തും 2 പേരകപ്പെട്ട ഒരു വിവരമാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ BSEറ്റും ബ്രീത്തിങ് അപ്പാരറ്റസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇറങ്ങിയത്. ഏകദേശം ആദ്യം ഞാനാണ് ഇറങ്ങിയത്. ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ അകത്ത് നേരത്തെ വന്നതിൻ്റെ കുറേ റോപ്പുകളും നെറ്റിൻ്റെ റോപ്പുകളും എല്ലാം കുടുങ്ങി കിടന്ന കാരണം സാധാരണ നമ്മൾ നെറ്റിനകത്താണ് ആളെ മുകളിലോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പം നെറ്റ് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നെറ്റിലൊരു റോപ്പ് അഴിച്ച് ആളെ ബോലേൻ്റെ സഹായത്തോടെ നമ്മൾ കെട്ടി മുകളിലോട്ട് കൊണ്ടുവന്നു. കൂടുതൽ വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, എങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ ഈ അപകടം സംഭവിക്കുന്നത്? അതുപോലെ തന്നെ ഈ സ്ത്രീ കിണറ്റിലേക്ക് ചാടാനുണ്ടായ ഒരു കാരണം, അതിനെപ്പറ്റി എന്തെങ്കിലും തരത്തിലുള്ള വിവരം ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും ഈ അർച്ചനയും സുഹൃത്ത് ശിവകൃഷ്ണനും തമ്മിലുള്ള ഒരു വാക്കുതർക്കമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവത്തിന് ആധാരമെന്ന് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ അർച്ചനയുടെ വീട്ടിൽ വെച്ച് ഈ ശിവകൃഷ്ണനും അർച്ചനയും തമ്മിൽ വാക്കുതർക്കത്തിലാകുന്നു. തുടർന്നാണ് അർച്ചന അവരുടെ വീട്ടുമുറ്റത്തെ കിണറിലേക്ക് എടുത്തു ചാടി. ഈ ശിവകൃഷ്ണനാണ് ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുന്നത്. കൊട്ടാരക്കരയിൽ നിന്ന് 1 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തുകയും അർച്ചനയെ കിണറിൽ നിന്നും രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എടുക്കുകയും ചെയ്തു. അതായത് റോപ്പിൽ കിണറിനുള്ളിൽ നിന്ന് മുകളിലേക്ക് കയറി വരുന്ന സമയത്താണ് ശിവകൃഷ്ണൻ ഈ കിണറിന് സമീപത്ത് നിന്ന് ടോർച്ച് അടിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടായിരുന്നു, ശിവകൃഷ്ണനോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ടും ഇയാൾ കേട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ കിണറിന്റെ ആൾമറ ആണ് ഇടിഞ്ഞ് പൂർണ്ണമായും കിണറ്റിലേക്ക് ഒരു ഭാഗം വീഴുകയായിരുന്നു. അങ്ങനെ 3 പേരും കിണറ്റിനുള്ളിൽ അകപ്പെട്ടു. ഉടൻ ഫയർഫോഴ്സ് സംഘം എത്തുന്നു. കുണ്ട്രയിലും കൊല്ലത്തുനിന്നുമായിട്ട് 2 യൂണിറ്റും കൂടി അവിടെ എത്തുന്നു. അങ്ങനെയാണ് ആദ്യം ഈ റോപ്പിൽ നിന്ന ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ, കൊട്ടാരക്കര യൂണിറ്റിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അയാളുടെ ജീവൻ രക്ഷിക്കാനായില്ല. വളരെ ദുഃഖകരമാണ്. അങ്ങനെ മണ്ണിനടിയിൽ അകപ്പെട്ട 2 പേരെയും വീണ്ടും 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയതിനു ശേഷമാണ് പുറത്തെടുത്തത്. പക്ഷേ അവരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. അങ്ങനെ 3 മരണം ആണ് സ്ഥിരീകരിക്കപ്പെട്ടത്. ഒരു അതിദാരുണമായ ഒരു സംഭവമാണ്. നാടിനെ നടുക്കിയ ഒരു സംഭവമായി തന്നെ ഇത് മാറിയിരിക്കുന്നു. എന്തായാലും പുത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇവർ 3 കുട്ടികളുടെ അമ്മയാണ് അർച്ചന. ഭർത്താവുമായിട്ട് പിണങ്ങി താമസിക്കുകയായിരുന്നു. ആൺസുഹൃത്തുമായിട്ടുള്ള ഒരു തർക്കമാണ് ഇത്തരത്തിലുള്ളൊരു സംഭവത്തിലേക്ക് നയിച്ചത്. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിനീഷ്, അതുപോലെ ഈ കിണറിന്റെ കൈവരി ഇടിഞ്ഞ് വീണായിരുന്നു അപകടം എന്ന് പറയുമ്പോൾ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഫയർഫോഴ്സ് സംഘം ഇത് പരിശോധിക്കാതെ അല്ലെങ്കിൽ ഇത് കാര്യമായി നിരീക്ഷിക്കാതെ ആയിരുന്നു രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്? എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസിനോടുകൂടി തന്നെയായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്. ഈ യുവാവിനോട് മാറി നിൽക്കാൻ എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇയാൾ മാറി നിൽക്കാൻ തയ്യാറായില്ല. ഇയാൾ ഒരു മദ്യലഹരിയിലായിരുന്നു എന്നാണ് നമുക്ക് പ്രദേശവാസികളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇയാളും രക്ഷാപ്രവർത്തകരോടൊപ്പം നിന്ന് ടോർച്ചടിക്കാനും ഒക്കെ നിന്നു. അതുപോലെ മൊബൈൽ ഫോൺ ആ സമയത്ത് നിന്ന് ഉപയോഗിച്ചു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഇയാൾ മാറാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇതിന്റെ കൈവരിയിലുണ്ടായ ഒരു ബലക്കുറവ്, ആൾമറ കെട്ടിയ ഒരു കിണറാണ് എങ്കിൽ തന്നെയും ഇതിന് ബലക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൂടുതലായിട്ടും ഈ ഒരു അപകടം ഉണ്ടായതെന്നാണ് പ്രദേശവാസികൾ അടക്കം നമുക്ക് അറിയാൻ കഴിയുന്നത്. പുത്തൂർ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള പരിശോധനകളും അന്വേഷണവും എല്ലാം ഇന്ന് നടക്കും. 3 പേരുടെയും മൃതശരീരം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. വിനീഷ്, ഈ മരിച്ച സ്ത്രീ എന്ന് പറയുന്ന 3 കുട്ടികളുടെ അമ്മയാണ്. ഈ കുട്ടികൾ നിലവിൽ എവിടെയാണ് ഉള്ളത് എന്ന തരത്തിൽ എന്തെങ്കിലും വിവരമുണ്ടോ? നിലവിൽ ഇവർ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അവരുടെ ഉടമസ്ഥതയിലുള്ള വീടാണ്. ഇവർ വെളിയത്തോ മറ്റോ ആയിരുന്നു നേരത്തെ താമസിച്ചിരുന്നത്. 5 വർഷമായി ഇപ്പോൾ ഈ പുത്തൂർ പുല്ലാമലയിലുള്ള വീട്ടിലാണ് വീടും വസ്തുവും മേടിച്ച് താമസം. പക്ഷേ വീടിന്റെ പണി പൂർത്തീകരിക്കാത്ത ഒരു വീടാണ്. എങ്കിൽ പോലും വാസയോഗ്യമായ വീടാണ്. വീടിന്റെ മുറ്റത്തുള്ള കിണറിലാണ് ഈ ഒരു സംഭവം തന്നെ ഉണ്ടായിരിക്കുന്നത്. കിണർ അല്പം പഴയ കിണറാണ്. ഇതിന്റെ ആൾമറ കിട്ടിയ, അതായത് വക്ക് കിട്ടിയ, പൂർണ്ണമായും നല്ല ശാസ്ത്രീയമായിട്ട് വക്ക് കെട്ടിയ ഒരു കിണറല്ല, പഴയ കിണറായതുകൊണ്ട് ഇതിന്റെ ആൾമറ കെട്ടിയത് തന്നെ ബലക്കുറവാണ് എന്നാണ്. എന്തായാലും ഇതിന്റെ ഒരു അപകടത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണം പ്രാഥമികമായിട്ട് ഫയർഫോഴ്സിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കിണറിന്റെ വക്കിലുണ്ടായ ഒരു ബലക്കുറവ് തന്നെയാണ് ഇത് കിണറിന്റെ വക്കിടിഞ്ഞ് വീഴാൻ ഉണ്ടായ ഒരു കാരണം എന്നാണ് പറയുന്നത്. കാരണം ഈ എല്ലാ സജ്ജീകരണങ്ങളും കൂടി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു തന്നെയായിരുന്നു രക്ഷാപ്രവർത്തനം. അതായത് കിണറ്റിനുള്ളിൽ നിന്നും ഈ അർച്ചനെ പുറത്തെടുത്തപ്പോൾ ഇവർക്ക് ജീവനുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം കിണറിന്റെ പുറത്തെ ഭാഗത്തേക്ക് വരാൻ അല്പ
ഇത് അതായത് റോപ്പ് വെച്ച് ഇവരെ വലിച്ചു മുകളിലേക്ക് കയറ്റുകയായിരുന്നു. ആ സമയത്ത് തന്നെയാണ് കിണറിന്റെ വക്കിടിഞ്ഞ് ഉള്ളിലേക്ക് വീഴുകയും ചെയ്തത്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ്. വളരെ ഞെട്ടൽ ഉള്ള സംഭവമാണ്. ഏകദേശം ഒരു മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അഞ്ജലി. ശരി, കൊല്ലം നെടുവത്തൂരിലാണ് അതിദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടയിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 3 പേർ മരിച്ചിരിക്കുന്നത്. വിനീഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തും. ഇവിടെ സ്വർണം ഉരുക്കി കടത്തിയെന്നാണ് വിലയിരുത്തൽ. കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. സന്നിധാനത്ത് പരിശോധനയ്ക്ക് കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് KT ശങ്കരന്റെ പരിശോധന ഇന്നും തുടരും. അന്വേഷണം ഉന്നതരിലേക്ക് നീളുമെന്നതും ഉറപ്പാണ്. പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രതി ചേർത്തിട്ടുണ്ട്. അന്നത്തെ പ്രസിഡന്റ് A. പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ നൽകുന്ന വിശദീകരണങ്ങൾ പലതും തൃപ്തികരമല്ല. ഇന്നും പരിശോധന തുടരുമെന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തുവരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കങ്ങളും സജീവമാണ്. ശശിനാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശശിനാരായണൻ, പരിശോധന ഇന്നും തുടരുകയാണ്. പരിശോധന ആരംഭിച്ചത്, എന്തൊക്കെയാണ് നിലവിലെ സ്ഥിതി? 2 ദിവസമായി തുടർന്ന പരിശോധന ഇന്നും തുടരും. ഇന്നലെ വൈകിയാണ് പരിശോധന അവസാനിച്ചത്. ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ശബരിമലയിലെ രേഖകൾ, രജിസ്റ്ററുകൾ, അതുപോലെ തന്നെ വകുപ്പുകൾ ഇതെല്ലാമാണ് ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിൽ പരിശോധിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും സ്ട്രോങ് റൂം തുറന്നുള്ള പരിശോധനകൾ എല്ലാം ഏകദേശം അവസാന ഘട്ടത്തിലായിരിക്കുന്നു. ഈ സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്ന സ്വർണ്ണപ്പാളികൾ, അതായത് ഈ ദ്വാരപാലക ശില്പങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതിൽ സ്വർണത്തിന്റെ കുറവുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെയൊക്കെ കുറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനകൾ പൂർണ്ണമായി നടത്തുന്നത്. എന്തായാലും അതിനുശേഷമായിരിക്കും ആറന്മുളയിൽ പ്രധാനപ്പെട്ട സ്ട്രോങ് റൂമാണ് ദേവസ്വം ബോർഡിന്റെ. ആ സ്ട്രോങ് റൂമും പരിശോധിക്കും. ഇതുവരെ ക്ഷേത്രത്തിന് ലഭിച്ചിട്ടുള്ള ഈ കാണിക്കയായി ലഭിച്ചു, അതുപോലെ തന്നെ മറ്റ് ഭക്തർ സമർപ്പിച്ചുള്ള വഴിപാടായി സമർപ്പിച്ചിട്ടുള്ള സ്വർണം, അതുപോലെ തന്നെ മറ്റു വസ്തുക്കൾ, ഇതെല്ലാം പരിശോധിക്കുകയായിരിക്കും ചെയ്യുക. കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ പരിശോധന നടക്കുക. ഈ പരിശോധനയിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകൾ കണ്ടാൽ അത് കർശന നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും 2 ദിവസം തുടരുന്ന പരിശോധന ഇപ്പോഴും തുടരുകയാണ്. അല്പസമയത്തിന് തന്നെ പരിശോധന ആരംഭിക്കും. എന്തായാലും ഇന്നലെ രാത്രി വരെ പരിശോധന തുടർന്നു. അതിനുശേഷമാണ് നിർത്തിവെച്ചത്. രേഖകൾ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരും ഒപ്പം ദേവസ്വം തിരുവാഭരണം കമ്മീഷണർ, ദേവസ്വം സെക്രട്ടറി, അങ്ങനെ ഉള്ള ഉദ്യോഗസ്ഥരെല്ലാം ഈ പരിശോധനയുണ്ട്. ഒപ്പം ഈ സ്വർണം കുറവുള്ള ഏതെങ്കിലും തരത്തിൽ കുറവുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ള നേരത്തെ ആക്ഷേപമുള്ള കാര്യങ്ങളെല്ലാം രേഖകൾ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികളുണ്ടാകുക. കൃത്യമായൊരു പരിശോധനയാണ് ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് നടക്കുന്നത്. അതിനുശേഷമായിരിക്കും ആറന്മുളയിലെ സ്ട്രോങ് റൂം തുറന്നുള്ള പരിശോധന ഉണ്ടാകുക. ശശിനാരായണൻ, ഈ ഉന്നതരിലേക്കടക്കം അന്വേഷണം നീളുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ആരാണ് ഈ ഉന്നതർ എന്നതിനെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചതായുള്ള അറിവുണ്ടോ? അത്തരം കാര്യങ്ങൾ SITയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയാണ്. പ്രധാനമായും നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പേരിലുള്ള അന്വേഷണം, ദേവസ്വം ഉദ്യോഗസ്ഥർ പ്രതികളായി മുരാരി ബാബു അടക്കമുള്ള ആളുകൾ, ദേവസ്വം സെക്രട്ടറി JC അടക്കമുള്ള ആളുകളുടെ പ്രതി ചേർത്തുകൊണ്ടുള്ള FIR ആണ് അന്വേഷണം സമർപ്പിച്ചിട്ടുള്ളത്. അതായത് നേരത്തെ വിജിലൻസിന്റെ റിപ്പോർട്ടിലും ഗുരുതരമായ വീഴ്ച ദേവസ്വം ബോർഡ് 2019 ദേവസ്വം ബോർഡിന് പത്മകുമാർ അടങ്ങുന്ന ദേവസ്വം ബോർഡിനും വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും നടപടിയിലേക്ക് കടക്കുക. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് തനിക്ക് ഇതിൽ പങ്കില്ല, താൻ ഇരുന്ന കാലഘട്ടത്തിൽ ഒരു തരം സ്വർണം പോലും പുറത്തുപോയിട്ടില്ല, അത്തരം വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കട്ടെ എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ക്ഷേത്രത്തിന്റെ ഉന്നതരായ ആളുകൾ, അതായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തന്ത്രി അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ പരിശോധിക്കട്ടെ, എവിടെയാണ് വീഴ്ച സംഭവിച്ചിട്ട്, ആർക്കാണ് സംഭവിച്ചിട്ടുള്ള എന്ന കാര്യങ്ങൾ പരിശോധിച്ച് വേണം നടപടിയെടുക്കാനുള്ള ആവശ്യമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാർ ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളത്. താൻ മാത്രമല്ല ഇതിനകത്ത്, തനിക്കതിൽ പങ്കില്ല, തന്നെ മനഃപൂർവ്വം ഇതിനകത്ത് കുറുക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു, ചില ഉന്നതർ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ആരാണെന്നുള്ള കാര്യം നമുക്ക് കിട്ടുമല്ലോ. അത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളോ അല്ലെങ്കിൽ അന്വേഷണ സംഘം കണ്ടെത്തട്ടെ, ആ നിലപാടിലേക്ക് പോട്ടെ എന്നുള്ള കാര്യമാണ് പത്മകുമാർ ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ ഒരു പരിശോധന ആവശ്യമാണ് എന്നുള്ളതാണ് പത്മകുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് 10ഓളം പ്രതികൾ ഈ കേസിൽ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഗുരുതരമായ വീഴ്ചകൾ ദേവസ്വം ബോർഡിനും ഒപ്പം ദേവസ്വം ഉദ്യോഗസ്ഥർക്കും വലിയ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വർണം പൂശിയ ഈ വാതിൽ പാളി, കട്ടളപ്പാളിയും ഒക്കെ പൂശാൻ കൊണ്ടുവന്ന സമയത്ത് അത്
തന്ത്രിയുടെ അനുമതിയോട് കൂടിയാണ് കൊണ്ടുവന്നത്. തന്ത്രി അത് സ്വർണം പൂശിയ ആളെയാണെന്ന് ഈ വിജിലൻസ് റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അത് പിന്നീട് മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ ഒപ്പം ദേവസ്വം സെക്രട്ടറി ഇതിൽ ഈ രേഖകളിൽ ഇത് ചെമ്പ് പാളിയാണെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ഗുരുതര വീഴ്ചകൾ വിജിലൻസ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പത്മകുമാറാണ് ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയിക്കുന്നതായും വിജിലൻസിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അത്തരം കാര്യങ്ങളെല്ലാം ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. എന്തായാലും SITയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം ശക്തമായ രീതിയിൽ തുടരും. ഈ സംശയത്തിന് നിലയിൽ നിൽക്കുന്ന ആളുകളെ ചോദ്യം ചെയ്യും. ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ നടപടി ഗുരുതര ഈ വീഴ്ച വരുത്തിയവർക്ക് നടപടിയിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. 10 പേരാണ് പ്രതികളായിട്ട് നിലവിലുള്ള വിജിലൻസിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അവർക്കെതിരെയാണ് ഈ അന്വേഷണം നടക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ശബരിമലയിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ ഇതുപോലുള്ള തട്ടീരോ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഈ പരിശോധനയോടെ പരിശോധിക്കേണ്ടത്. അത് ഈ രേഖകളും ഒപ്പം ഈ മകസറുകൾ ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇതിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കോടതി നിരീക്ഷിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീടുള്ള നടപടികൾ ഉണ്ടാകുക. എന്തായാലും ആ ശബരിമലയിലെ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും പ്രധാന സ്ട്രോങ് റൂമായ ആറന്മുളയിൽ ദേവസ്വം ബോർഡിന്റെ ആറന്മുളയിലെ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിക്കുക. 2 ദിവസം കൊണ്ട് പരിശോധന പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്നും പരിശോധന തുടരും. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ നാളെ ആയിരിക്കാം ആറന്മുളയിലെ പരിശോധന തുടരുക. അതിനുശേഷമായിരിക്കും ഇതിന്റെ ഒരു അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുക. ശരി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പരിശോധന തുടരുകയാണ്. അതുപോലെ തന്നെ ഉന്നതരിലേക്ക് അടക്കം അന്വേഷണം നീളുമെന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ശശിനാരായണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കൃത്രിമ കരിപ്രസാദ നിർമ്മാണത്തിൽ നടപടിക്കൊരുങ്ങി ദേവസ്വം ബോർഡ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും മേൽശാന്തിക്കും നോട്ടീസ് നൽകാൻ തീരുമാനം. ദേവസ്വം ബോർഡ് വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയ മഹസർ റിപ്പോർട്ടിലുള്ള എല്ലാ സാധനങ്ങളുടെയും ശേഖരിച്ച സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കും. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ ശുപാർശകളിൽ തുടർ നടപടി സ്വീകരിക്കുന്നത് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന് നടക്കും. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം. കമ്മീഷനെ വയ്ക്കാൻ സർക്കാരിന് അധികാരമില്ലെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. ശുപാർശകൾ നടപ്പാക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ യോഗം. പ്രശ്നപരിഹാരത്തിനുള്ള ശുപാർശകൾ സമർപ്പിക്കാനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത്. സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ പരാതി പരിഹരിക്കാനുള്ള നിർണായക ചർച്ച ഇന്നാണ്. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും അഡ്വക്കേറ്റ് ജനറലും പങ്കെടുക്കും. സുപ്രീം കോടതിയിൽ നിന്ന് NSS നേടിയെടുത്ത അനുകൂല വിധി മറ്റു മാനേജ്മെന്റുകൾക്കും എങ്ങനെ ബാധകമാകാമെന്ന കാര്യത്തിലാണ് ചർച്ച. കോടതിയിൽ പോയി അനുകൂല വിധി നേടിയെടുക്കാനായിരുന്നു നേരത്തെ മാനേജ്മെന്റുകളോട് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നത്. എന്നാൽ ആശങ്ക പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് KCBC അധ്യക്ഷൻ കർദിനാൾ ബസേലിയോസ് ക്ലീമിസിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ യോഗം. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് അധ്യാപകർ ഇന്നു മുതൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ്. സമരത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ MBBSന്റേതടക്കം തിയറി ക്ലാസുകൾ ബഹിഷ്കരിക്കും. പടിപടിയായി പൂർണ്ണ OP ബഹിഷ്കരണത്തിലേക്ക് അടക്കം നീങ്ങാനാണ് അധ്യാപക സംഘടനയായ KGM-CTA തീരുമാനം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മെഡിക്കൽ കോളേജ് അധ്യാപകർ കഴിഞ്ഞ മാസം കരിദിനവും ധർണയും സംഘടിപ്പിച്ചിരുന്നു. സർക്കാരിൽ നിന്ന് അനുകൂല നിലപാടുണ്ടാവാത്ത സാഹചര്യത്തിലാണ് സമരമുഖത്തേക്ക് ഇറങ്ങുന്നത്. ഒരാഴ്ച MBBS വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ തിയറി ക്ലാസുകൾ ബഹിഷ്കരിക്കും. പടിപടിയായി പൂർണ്ണ പണിമുടക്കിലേക്ക് നീങ്ങാനാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ തീരുമാനം. ഡോക്ടർമാരുടെ അംഗീകൃത സർവീസ് സംഘടനയാണ് KGM-CTA. കഴിഞ്ഞ 4 വർഷത്തോളമായി ഞങ്ങളുടെ വിവിധ ആവശ്യങ്ങളെ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിൻ്റെ മുമ്പിൽ നിവേദനങ്ങളും പരാതികളും അതിനുശേഷം സൂചനാ പണിമുടക്കുകളും പ്രതിഷേധ സമരങ്ങളുമായി ഞങ്ങൾ രംഗത്തുണ്ട്. പക്ഷേ ഇതുവരെയും അധികൃതരുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസുകളൊന്നും കാണാത്തതുകൊണ്ടാണ് പ്രക്ഷോഭത്തിൻ്റെ അടുത്ത നില എന്ന നിലയിൽ ഇന്ന് മുതൽ, അതായത് ഒക്ടോബർ 13 തിങ്കളാഴ്ച മുതൽ ഒരാഴ്ച കാലത്തേക്ക് എല്ലാ കോഴ്സുകളുടെയും തിയറി ക്ലാസ് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നതാണ്. MBBS, BDS, പോസ്റ്റ് ഗ്രാജുവേറ്റ്, അതേപോലെ പാരാമെഡിക്കൽ കോഴ്സുകൾ എല്ലാവരുടെയും തിയറി ക്ലാസുകൾ ഒരാഴ്ചത്തേക്ക് തിങ്കൾ മുതൽ ശനി വരെ ബഹിഷ്കരിക്കുകയാണ്. അടുത്ത തിങ്കൾ, അതായത് 20-ാം തീയതി ദീപാവലി ദിവസം മുതൽ ആഴ്ചയിൽ ഒരു ദിവസം എന്ന നിലയിൽ റിലേ ആയിട്ട് OP ബഹിഷ്കരണം. 20-ാം തീയതി തിങ്കൾ, അതിനുശേഷം 28-ാം തീയതി ചൊവ്വ, അങ്ങനെ ഓരോ ആഴ്ചയിൽ ഓരോ ദിവസം എന്നുള്ള നിലയിൽ കംപ്ലീറ്റ് OP KGM-CTA മെമ്പേഴ്സ് ബഹിഷ്കരിക്കുന്നതാണ്. 14-ാം തീയതിയുള്ള ഹെൽത്ത് സമ്മിറ്റ് നമ്മുടെ സംഘടന ബഹിഷ്കരിക്കുന്നുണ്ട്.
എൻട്രി കേഡർ ശമ്പളക്കുറവ് പരിഹരിക്കൽ, ശമ്പള കുടിശ്ശിക വിതരണം, തസ്തിക സൃഷ്ടിക്കൽ, സ്ഥലം മാറ്റം എന്നിവയിൽ തുടങ്ങി ഡോക്ടർമാരുടെ സുരക്ഷയടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് സമരം. ന്യൂസ് 18 കോഴിക്കോട്. പേരാമ്പ്രയിൽ കലാപമുണ്ടാക്കാനാണ് ഷാഫി പറമ്പിൽ എംപിയുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നതെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SK സജീഷ്. UDF റാലിയുടെ മറുവശത്തുണ്ടായിരുന്ന LDF പ്രവർത്തകരുമായി ഏറ്റുമുട്ടാനായിരുന്നു ആദ്യ നീക്കം. എന്നാൽ പ്രവർത്തകരെ ഒഴിവാക്കിയതോടെയാണ് പോലീസിനെതിരെ തിരിഞ്ഞത്. 3 മണിക്കൂറോളം സ്ഥലത്ത് പ്രകോപനം സൃഷ്ടിച്ച ശേഷം പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിയുകയായിരുന്നു. ഇതിനുശേഷമാണ് സംഘർഷം തുടങ്ങിയതെന്നും SK സജീഷ് ആരോപിച്ചു. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ അവിടെ ആദ്യം LDF പ്രവർത്തകരെ ആക്രമിക്കാം, അവരവിടെ ഉണ്ടാകും, അങ്ങനെ ഒരു അക്രമം സംഘടിപ്പിച്ച് ഒരു മനുഷ്യജീവൻ ഉൾപ്പെടെ നഷ്ടപ്പെടുത്തി കളയാൻ കഴിയുമെങ്കിൽ ആ നിലയിലുള്ള ഒരു നിലപാട്, അത് വളരെ സമചിത്തതയോടുകൂടി LDF കൈകാര്യം ചെയ്ത് നേതാക്കന്മാർ ആളുകളെ മുഴുവൻ ഒഴിവാക്കിയതുകൊണ്ട് ആ ഗിമ്മിക്ക് പരിപാടി അല്ലെങ്കിൽ അപകടകരമായ ആ പ്രവർത്തനം നടന്നില്ല. അപ്പോഴാണ് പോലീസിന് നേരെ തിരിഞ്ഞത്. ദീർഘനേരമായിട്ട് 3 മണിക്കൂർ നേരം പ്രകോപിതരാവാതെ സഹിച്ചു നിന്ന എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പോലീസിൻ്റെ ഉള്ളിൽ സ്ഫോടനം നടക്കുന്നു. ആ സ്ഫോടനം UDFന്റെ കോൺഗ്രസിൻ്റെ ആ ഭാഗത്ത് നിന്ന് വന്ന സ്ഫോടക വസ്തു പൊട്ടുന്നതാണ് എന്ന ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ സമഗ്രമായ അന്വേഷണം നടത്തണം. ഷാഫി പറമ്പിൽ ഒരു MP എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കാനാണോ ശ്രമിക്കുന്നതെന്ന് എല്ലാവരും പൊതുവെ രാഷ്ട്രീയ ഭേദമന്യേ ഇതിൽ ശക്തമായി പ്രതിഷേധിക്കുകയും പരിശോധിക്കുകയും എല്ലാം ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ഈ നാടിൻ്റെ ആവശ്യമാണ്. ആഴ്ചകൾ നീണ്ട തർക്കങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒക്കെ ഒടുവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ധാരണയിലെത്തിയതായാണ് സൂചന. നിലവിലെ കമ്മിറ്റിയിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ OJ ജനീഷിനാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ മുൻതൂക്കമുള്ളത്. അതേസമയം അബിൻ വർക്കിക്കായി I ഗ്രൂപ്പ് നടത്തുന്ന സമ്മർദ്ദ നീക്കം ഇപ്പോഴും തുടരുകയാണ്. ആരോപണങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് 21-നാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത്. പക്ഷേ 1.5 മാസം പിന്നിട്ടിട്ടും പകരക്കാരനെ കണ്ടെത്തുന്നതിൽ നേതൃത്വത്തിന് വെല്ലുവിളിയായത് നിലയ്ക്കാത്ത തർക്കങ്ങളും. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ രാഹുലിന് ശേഷം ഏറ്റവും അധികം വോട്ടുകൾ നേടി രണ്ടാമതെത്തിയ അബിൻ വർക്കിയെ അധ്യക്ഷനാക്കുന്നതിനായി യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും ഹൈക്കമാൻഡിനും മുന്നിൽ വലിയ സമ്മർദ്ദമാണ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ I ഗ്രൂപ്പ് നടത്തിയത്. എന്നാൽ KPCC അധ്യക്ഷനും KSU സംസ്ഥാന പ്രസിഡന്റും ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നാണെന്നിരിക്കെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർക്കിയെ പരിഗണിച്ചാൽ സാമുദായിക സമവാക്യങ്ങൾ മാറുമെന്നതായിരുന്നു മാറുചേരിയുടെ വാദം. യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹി പട്ടികയിൽ അവഗണന നേരിട്ട KM അഭിജിത്തിനായി A ഗ്രൂപ്പും സമ്മർദ്ദം ചെലുത്തിയെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് അഭിജിത്തിന്റെ സാധ്യതകളെ എതിർചേരി പ്രതിരോധിച്ചത്. KC വേണുഗോപാലിന്റെ വിശ്വസ്തനായ ബിനു ചുള്ളിയിലിന് തിരിച്ചടിയായതും ഇതേ കാരണം തന്നെ. അതിനിടെ യൂത്ത് കോൺഗ്രസ് മുൻ തൃശൂർ ജില്ലാ പ്രസിഡന്റും നിലവിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ OJ ജനീഷിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യവുമായി ഷാഫി പറമ്പിൽ വിഭാഗം രംഗത്തെത്തുകയായിരുന്നു. സാമുദായിക സമവാക്യങ്ങളും ജനീഷിന് അനുകൂല ഘടകമായതായി ഒരു വിഭാഗം വിലയിരുത്തുന്നു. അതേസമയം അബിൻ വർക്കിയെ തഴഞ്ഞുകൊണ്ട് അധ്യക്ഷനെ പ്രഖ്യാപിച്ചാൽ സംഘടനയിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിവെക്കുമെന്നാണ് I ഗ്രൂപ്പ് നേതാക്കൾ നൽകുന്ന സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. രാവിലെയിൽ ഇനിയൊരു ഇടവേളയാണ്. മറ്റു വാർത്തകളിലേക്കൊക്കെ എത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക് വരുമ്പോൾ, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ NDAയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ. മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. RJD കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ചർച്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി PR കാർത്തിക് ചേരുന്നുണ്ട്. കാർത്തിക്, NDAയുടെ സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുന്നു. ആരൊക്കെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷ? അതുപോലെ തന്നെ ഇനി ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജനത്തിലല്ലേ ആകാംക്ഷ നിലനിൽക്കുന്നത്? NDA സഖ്യത്തിന്റെ സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുന്നു. നവംബർ 6-നാണ് ബീഹാറിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 121 സീറ്റുകളിലേക്ക്. ഈ 121 സീറ്റുകളിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 17-ആണ്. 5 ദിവസം മാത്രമാണ് ബാക്കി. 5 ദിവസം ബാക്കി നിൽക്കുമ്പോൾ സീറ്റ് വിഭജനം പൂർത്തിയാക്കി NDA ഒരു പടി മുകളിൽ നിൽക്കുന്നു എന്ന് തന്നെ പറയണം. മഹാസഖ്യമാകട്ടെ സീറ്റ് വിഭജന കാര്യങ്ങളിൽ ചർച്ച ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെയാണ് NDAയുടെ സീറ്റ് വിഭജനം പൂർത്തിയായത്. 101 സീറ്റുകളിൽ BJPയും 101 സീറ്റുകളിൽ
JDUവും മത്സരിക്കും. ഒരു സീറ്റെങ്കിലും BJPയേക്കാൾ അധികം വേണം എന്ന നിലപാടായിരുന്നു ആദ്യഘട്ടം മുതൽ JDU സ്വീകരിച്ചിരുന്നത്. പക്ഷേ 101 സീറ്റുകൾ വീതം മത്സരിക്കാനാണ് ധാരണ ആയത്. അതോടൊപ്പം തന്നെ NDAയിലെ മറ്റ് കക്ഷികൾക്കും സീറ്റ് വിഭജന കാര്യത്തിൽ അസ്വാരസ്യങ്ങളുണ്ടെങ്കിലും അവർ ഈ തീരുമാനം അംഗീകരിക്കുന്നു എന്ന് വ്യക്തമാക്കി. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നേരത്തെ തന്നെ ചിരാഗ് പാസ്വാൻ അടക്കമുള്ളവർ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇന്നലെ അന്തിമ സീറ്റ് വിഭജനം പൂർത്തിയായപ്പോൾ 29 സീറ്റുകളാണ് ചിരാഗ് പാസ്വാന്റെ LJPക്ക് ലഭിച്ചത് എന്നതാണ് ശ്രദ്ധേയം. അതോടൊപ്പം തന്നെ RLMന് 6 സീറ്റും ഹിന്ദുസ്ഥാനി ആവാമി മോർച്ചയ്ക്ക് 6 സീറ്റും. നേരത്തെ തന്നെ ജിതിൻ റാം മാഞ്ചി അടക്കം ഈ സീറ്റ് വിഭജന കാര്യത്തിൽ പല തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു, അസ്വാരസ്യങ്ങൾ പരസ്യമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവസാനം സീറ്റ് വിഭജനം പൂർത്തിയായപ്പോൾ 6 സീറ്റ് മാത്രമാണ് HAMന് ഉള്ളത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. വിയോജിപ്പോടെയാണെങ്കിലും ഈ തീരുമാനം അംഗീകരിക്കുന്നു എന്ന പ്രതികരണമാണ് ജിതിൻ റാം മാഞ്ചിയിൽ നിന്നും ഉണ്ടായത്. എന്തായാലും ബുധനാഴ്ച മോദി BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. അങ്ങനെ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലുള്ള പ്രചരണത്തിന്റെ ഒരു ഫൈനൽ കിക്ക് ഓഫിലേക്ക് BJP കടക്കുകയാണ്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ഇന്ന് തന്നെ പ്രഖ്യാപിക്കും എന്നാണ് സൂചന. പക്ഷേ അതേസമയം മഹാസഖ്യത്തിൽ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. ഇന്ന് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും തേജസ്വി യാദവുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് റെയിൽവേ കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട് ലാലു പ്രസാദ് യാദവും ഭാര്യ റാബറി ദേവിയും അതോടൊപ്പം തന്നെ തേജസ്വി യാദവുമൊക്കെ ഇന്ന് ഡൽഹിയിലുണ്ട്. ഇന്ന് ഈ ചർച്ചകളിൽ ആദ്യഘട്ട സീറ്റ് വിഭജനത്തിലെങ്കിലും ഒരു അന്തിമ ധാരണയിലെത്താനുള്ള ശ്രമങ്ങളിലാണ് അവർ ഇപ്പോഴും ഉള്ളത്. പുതിയതായി ഉൾപ്പെടുത്തിയ JMMനും അതോടൊപ്പം തന്നെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്കും എത്ര സീറ്റ് നൽകണം എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. 12 സീറ്റുകളാണ് JMM ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ 12 സീറ്റുകൾ നൽകാൻ RJD തയ്യാറല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ തവണ 70 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. 19 ഇടത്ത് മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. ഇത്തവണ 70 സീറ്റ് കോൺഗ്രസിന് ലഭിക്കില്ല, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 5 സീറ്റിന്റെ കാര്യത്തിൽ RJDയും കോൺഗ്രസും തമ്മിൽ ഇപ്പോഴും അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നു. ഈ 5 സീറ്റിന്റെ കാര്യത്തിലായിരിക്കും ഇന്ന് ചർച്ചകൾ സ്വാഭാവികമായി നടക്കുക. മാത്രമല്ല മഹാസഖ്യത്തിലെ മറ്റു പാർട്ടികളിലും സീറ്റ് വിഭജന കാര്യത്തിൽ അസ്വസ്ഥരാണ്. അവരുടെ സീറ്റ് വിഭജന കാര്യത്തിലും അന്തിമ തീരുമാനം എത്താൻ ആയിട്ടില്ല. അതിലേറ്റവും പ്രധാനം CPIML 2020 19 സീറ്റുകളിലാണ് മത്സരിച്ചത്. ഇത്തവണ 18 സീറ്റുകളുടെ കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. പക്ഷേ 4 മുതൽ 5 സീറ്റുകൾ വരെ അവർ അധികം ചോദിക്കുന്നുമുണ്ട്. ഈ പ്രശ്നങ്ങളാണ് ഇന്ന് മഹാസഖ്യം പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും 5 ദിവസം ബാക്കി നിൽക്കുമ്പോൾ ഇന്നോ നാളെയോ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് മഹാസഖ്യം. അതിനിടെ RJDയിലെ 2 MLAമാർ കഴിഞ്ഞ ദിവസം രാജിവെച്ചു. ഇവർ JDUവിൽ ചേരുമെന്ന അഭ്യൂഹങ്ങളും ശക്തമായി. അങ്ങനെ ഒരു വശത്ത് NDA സർവ്വ തയ്യാറെടുപ്പുകളും കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കങ്ങളുടെ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു. സീറ്റ് വിഭജനം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് രമ്യമായി പരിഹരിച്ച് സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നു. ഒരു വശത്ത് മഹാസഖ്യം ആകട്ടെ പ്രതിസന്ധികൾ ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള അവസാനഘട്ട ശ്രമങ്ങളിലുമാണ് ഇപ്പോൾ. ശരി, കാർത്തികാണ് കൂടുതൽ വിവരങ്ങൾ. പശ്ചിമബംഗാളിൽ കൂട്ടബലാത്സംഗത്തിനിരയായ അതിജീവിത എന്തിന് രാത്രി 12:30 പുറത്തിറങ്ങിയെന്ന തന്റെ ചോദ്യത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി. തന്റെ പ്രസ്താവനയെ വളച്ചൊടിച്ചതാണെന്നാണ് മമതയുടെ വാദം. മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകുക മാത്രമാണ് ചെയ്തതെന്നും പ്രതിപക്ഷം വൃത്തികെട്ട രാഷ്ട്രീയമാണ് പിന്തുടരുന്നതെന്നും അവർ പറഞ്ഞു. അതേസമയം സംഭവത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ തൃണമൂൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. മമതയുടെ പ്രസ്താവന അപമാനകരമാണെന്നും പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണെന്നും BJP വാദിച്ചു. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകിടം മറിഞ്ഞെന്നും സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നുമാണ് CPM പറഞ്ഞത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷത്തിന് താൽക്കാലിക വിരാമമായിരിക്കുകയാണ്. പാകിസ്ഥാന്റെ 58 സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് അഫ്ഗാന്റെ അവകാശവാദം. പാക് ആക്രമണത്തിൽ 9 സൈനികരെ നഷ്ടപ്പെട്ടതായും അഫ്ഗാൻ താലിബാൻ അറിയിച്ചു. സംഘർഷത്തിൽ സമാധാനമായി പരിഹാരം കാണാനാണ് താൽപര്യമെങ്കിലും പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ തുനിഞ്ഞാൽ വെറുതെ ഇരിക്കില്ലെന്ന് ഇന്ത്യയിലുള്ള അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി പറഞ്ഞു. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, എന്താണ് നിലവിലെ സാഹചര്യം? അനുശ്രീ, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇതേപോലെ അഫ്ഗാൻ പാക് അതിർത്തിയിലേക്ക് ഡ്യൂറൻ ലൈനിലുള്ള 6 പ്രദേശത്ത് നിന്ന് ഒരേ സമയം ആക്രമണം നടത്തുകയും നിരവധി പോസ്റ്റുകളിലേക്ക്, പാകിസ്ഥാന്റെ നിരവധി പോസ്റ്റുകളിലേക്ക് ആക്രമണം നടത്തുകയും 58ഓളം പാക് സൈനികരെ കൊന്നു എന്നുള്ളതാണ് അഫ്ഗാൻ താലിബാന്റെ ഒഫീഷ്യൽസ് പറയുന്നത്. എന്നാൽ 23 പാക് സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം. അതേസമയം തന്നെ 200 അഫ്ഗാനികളെ കൊന്നുവെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. എന്നാൽ 9 സൈനികരെ നഷ്ടപ്പെട്ടുവെന്നാണ്
നടത്തുമെന്നാണ് താലിബാൻ സൈനികർ പറയുന്നത്. എന്തായാലും രണ്ട് രാജ്യങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം കഴിഞ്ഞ ദിവസം ഉണ്ടായി. കഴിഞ്ഞ വ്യാഴാഴ്ച പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് കാബൂളിലേക്ക് ഒരു ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു തിരിച്ചടിക്ക് അഫ്ഗാൻ താലിബാൻ മുതിർന്നിരിക്കുന്നത്. ഈ പ്രദേശത്ത്, അതായത് ഈ ബോർഡർ പ്രദേശത്ത് അഫ്ഗാന് താല്പര്യമുള്ള അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനോട് താല്പര്യമുള്ള ആളുകൾ കുറച്ച് കൂടുതലുള്ള സ്ഥലമാണ്. അവിടെ തെഹ്രീക്ക് താലിബാൻ അഫ്ഗാൻ എന്ന് പറയുന്ന തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന താലിബാന്റെ സംഘടന പാകിസ്ഥാനെതിരെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ്. പാകിസ്ഥാനോട് അനുകൂലമായ ഒരു നിലപാടല്ല അവരെടുക്കുന്നത്. അവർക്ക് ഏതാണ്ട് ഒരു 5000-ഓളം സൈനികർ ഈ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാനുള്ളിലുണ്ട്. അവരെ വെച്ചിട്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാനുള്ളിൽ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് കാബൂളിലേക്ക് തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാന്റെ നേതാവായിട്ടുള്ള നൂർ വാലി മസൂദിനെ വകവരുത്തണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തുന്നത്. ഇതിൽ നൂർ വാലി മസൂദ് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും, എന്നാൽ അത് സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തയാണെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. എന്തായാലും ആ ഒരു ആക്രമണത്തിന് മറുപടിയായിട്ടാണ് അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഒരു വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാവുകയും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാവുകയും. എന്തായാലും ഈ വിഷയത്തിൽ സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയിട്ടുള്ള ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ ഇരു ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ താത്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു തിരിച്ചടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ വെറുതെ ഇരിക്കില്ലെന്നാണ് അമീർ ഖാൻ മുത്തഖി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നിലവിൽ അവിടെ ഒരു സംഘർഷമില്ലാത്ത അവസ്ഥയാണ്. എന്നാൽ ഏത് സമയം വേണമോ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ആക്രമണ സാധ്യത കണക്കിലെടുത്ത് പ്രതിഷേധ സൂചകമായി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ 5 പ്രധാനപ്പെട്ട ബോർഡറുകൾ അടച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ അഫ്ഗാനിസ്ഥാൻ ബോർഡർ പാകിസ്ഥാൻ അടച്ചിരിക്കുന്നത്. നിലവിൽ ഈ അയൽ രാജ്യങ്ങൾ തമ്മിൽ 2022 മുതൽ തന്നെ ഉള്ള സംഘർഷമാണ്. ആ സംഘർഷം ഇപ്പോൾ രൂക്ഷമായ ഒരു സാഹചര്യമാണ്. എന്തായാലും ഇതിൽ ഈ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഒരു ആക്രമണം നടത്തിയതിന് പിന്നിൽ ഇന്ത്യയാണെന്നുള്ള, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഈ ആക്രമണത്തിൽ ഒരു പങ്കുണ്ടെന്നുള്ള തരത്തിലൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ ഇന്ത്യക്കെതിരെ അഫ്ഗാനിസ്ഥാൻ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ രണ്ട് രാജ്യങ്ങളും സംയമനം പാലിക്കണം. ഇത്തരത്തിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു നിലപാടാണ് ഇപ്പോൾ ഇന്ത്യ എടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് താൻ ലോകത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ്. നിലവിൽ 8 യുദ്ധങ്ങൾ, ഇപ്പോൾ ഗാസയിലെ അടക്കം 8 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ്. നിലവിൽ ഗാസയുടെ കാര്യം കഴിഞ്ഞാൽ ഉടൻ തന്നെ താൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ വിഷയത്തിൽ ഇടപെടും. അതും തനിക്ക് നിർത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. എന്തായാലും നിലവിൽ ഇന്നലെ നടന്ന വലിയൊരു ആക്രമണം, അതിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇരുഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. ആ വിഷയത്തിൽ കൂടുതൽ ഇനിയിപ്പോൾ ഒരു ആക്രമണം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇതിവിടെ പരിഹരിക്കപ്പെടും. ഇല്ല, പാകിസ്ഥാൻ ഒരു തിരിച്ചടിക്ക് മുതിരുകയാണെങ്കിൽ ഈ ആക്രമണങ്ങൾ തുടർന്ന് പോയി അത് യുദ്ധത്തിലേക്ക് മാറാനുള്ള സാഹചര്യവും മുന്നിലുണ്ട്. അനുശ്രീ, അഭിലാഷ്, അതുപോലെ ഈ തിരിച്ചടിക്കാൻ തുനിഞ്ഞാൽ വെറുതെ ഇരിക്കില്ലെന്നാണ് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ അഫ്ഗാന്റെ ഭാഗത്തു നിന്നും പ്രശ്നപരിഹാരത്തിനുള്ള ഒരു മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. ഇതിനോടൊക്കെ പാകിസ്ഥാന്റെ ഒരു പ്രതികരണം എന്താണ്? അതേസമയം തന്നെ ട്രംപ് കൂടി ഇതിൽ ഇടപെടാൻ ഒരുങ്ങുന്നു എന്നതും പ്രസക്തമല്ലേ? അനുശ്രീ, ഇതിൽ ട്രംപിന് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ട്രംപിന് പാകിസ്ഥാനോടൊരു താല്പര്യം കൂടുതലുള്ള ഒരു സമയമാണ്. മാത്രമല്ല ബർഗ്രാം എയർബേസ് അമേരിക്കയ്ക്ക് വേണം. അതായത് ഈ ഏഷ്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ ബർഗ്രാം എയർബേസ് എന്ന് പറയുന്നത്. അവിടെ പാകിസ്ഥാൻ, അമേരിക്ക 2021 വരെ ആ പ്രദേശത്തുണ്ടായിരുന്നത് അവർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ബർഗ്രാം എയർബേസ് വേണമെന്നുള്ള ഒരു ആവശ്യം ഡൊണാൾഡ് ട്രംപ് ഉന്നയിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ ശക്തമായി തന്നെ പറഞ്ഞു ബർഗ്രാം എയർബേസ് ഒരു തരത്തിലും ഒരു കാര്യത്തിലും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് കൂടി അത് ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപിന് അഫ്ഗാനിസ്ഥാനോട് ഒരിക്കലും ചേർന്ന് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനോട് ചേർന്ന് നിന്ന് അവർക്ക് അനുകൂലമായ ഒരു സമീപനമായിരിക്കും എടുക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതേസമയം തന്നെ ഈ കാര്യത്തിൽ പാകിസ്ഥാൻ എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് തങ്ങൾക്ക് നേരെ ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ, ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഇത്തരത്തിൽ അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കാതെ മറ്റ് നിർവാഹങ്ങളില്ല. കാരണം അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നേരെയാണ് ആക്രമണം അഴിച്ചുവിട്ടത് എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ആരോപണം. അതുപോലെ ഈ ഒരു വിഷയത്തിൽ ഈ അഫ്ഗാൻ താലിബാൻ, അതായത് തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാന്റെ ആളുകൾ ഗറില്ല
യുദ്ധക്കാരാണ്. അവർക്ക് ഗറില്ല യുദ്ധമാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒളിച്ചിരുന്നുള്ള യുദ്ധങ്ങളും ഒളിച്ചിരുന്നുള്ള ആക്രമണങ്ങളുമാണ് അവർ നടത്താൻ കഴിയുന്നത്. അതേസമയം തന്നെ എന്നാൽ അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്ന് പറയുന്നത് AK-47 അടക്കമുള്ള പഴയ കാലത്തുള്ള ആയുധങ്ങളും പിന്നെ അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാൻ വിട്ടുപോയ സമയത്ത് ഇവിടെ ഉപേക്ഷിച്ചു പോയ കുറച്ച് മോർട്ടാറുകളും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അഫ്ഗാൻ താലിബാന്റെ കയ്യിലുള്ള നിലവിലുള്ള ആയുധങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് ചൈനയും അമേരിക്കയും നൽകുന്ന ഏറ്റവും വിപുലമായിട്ടുള്ള ഏറ്റവും പുതിയതായിട്ടുള്ള ആയുധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ പാകിസ്ഥാന് തന്നെയായിരിക്കും വിജയം. അതേസമയം തന്നെ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള പോരാട്ടങ്ങളിലേക്കോ കടക്കാൻ പാകിസ്ഥാനെ സംബന്ധിച്ച് ഭയമില്ല. എന്നാൽ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് കാര്യം അങ്ങനെയല്ല. അവരുടെ ആയുധങ്ങളും എല്ലാം വളരെ കുറവായിട്ടുള്ള സാഹചര്യമാണ്. അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രത്തിൻ്റെ മൂന്നാമതൊരു രാഷ്ട്രത്തിൻ്റെ ഒരു സഹായം കൂടി അഫ്ഗാനിസ്ഥാന് ഒരുപക്ഷെ വേണ്ടിവരും. ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ തുനിയുമെന്നുള്ള ഒരു റിപ്പോർട്ടുകളും കൂടി വരുന്നുണ്ട് നിലവിൽ. അതേസമയം തന്നെ ഇതിൽ ഗൾഫ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ എല്ലാം ഈ ഒരു ആക്രമണത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സമവായത്തിൻ്റെ വഴിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. നിലവിൽ ഇന്നലത്തെ സാഹചര്യത്തെ അപേക്ഷിച്ച്, ഇന്നലെ രാത്രിത്തെ അപേക്ഷിച്ച് ഇന്ന് പുലർച്ചെ നോക്കുമ്പോൾ അവിടെ സ്ഥിതി ശാന്തമാണ്. വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ വിഷയത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെയും ഡൊണാൾഡ് ട്രംപിൻ്റെയും ഇടപെടലാണ് ഏറ്റവും പ്രധാനമായി ഉണ്ടാവുക. അതിൽ ഇന്ത്യയുടെ നിലപാട് എന്തായാലും അഫ്ഗാനിസ്ഥാൻ അനുകൂലമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നിട്ട് വലിയ രീതിയിൽ 6 ദിവസത്തെ ഒരു സന്ദർശനമൊക്കെ നടത്തി. ഇപ്പോൾ 2021 അടച്ച ഇന്ത്യൻ എംബസി അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും തുറക്കാൻ പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. മാത്രമല്ല അഫ്ഗാനിസ്ഥാന് ആംബുലൻസ് അടക്കമുള്ള വലിയ വലിയ സഹായങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഈ മുത്തഖയുടെ ഇന്ത്യൻ സന്ദർശനത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാന് നൽകിയിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടുകളും അഫ്ഗാനിസ്ഥാൻ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. അതേസമയം ചൈനയും പാകിസ്ഥാനും അറബ് രാജ്യങ്ങളും എടുക്കുന്ന നിലപാടനുസരിച്ചിരിക്കും പാകിസ്ഥാൻ ഈ കാര്യത്തിൽ ഏത് തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. അനുശ്രീ. ശരി. അതേസമയം യുദ്ധമൊക്കെ അവസാനിച്ച ഗാസയിലെ വെടിനിർത്തൽ ചർച്ച ചെയ്യാൻ ഈജിപ്തിൽ ഇന്ന് രാഷ്ട്ര തലവന്മാരുടെ യോഗം ചേരുകയാണ്. സമാധാന ഉച്ചകോടിയിൽ ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കും. സഹാധ്യക്ഷത വഹിക്കുമെന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ-സിസി. യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പങ്കെടുക്കും. അതേസമയം വടക്കൻ ഗാസയിലെ തകർന്ന വീടുകളിലേക്ക് 10,000-കണക്കിന് പലസ്തീനുകൾ മടങ്ങിയെത്തി. ഹമാസ് മോചിപ്പിക്കുന്ന ബന്ദികളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് ഇസ്രായേൽ. This is a very special event. They had 500,000 people yesterday and today in Israel, and also the Muslim and Arab countries are all cheering. Everybody's cheering at one time. That's never happened before. Usually if you have one cheering, the other isn't. The other is the opposite. This is the first time everybody is amazed and they're thrilled, and it's an honor to be involved, and we're going to have an amazing time, and it's going to be something that's never happened before. കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ തന്നെ ചേരുന്നുണ്ട്. അഭിലാഷ്, ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഇന്ന് ബന്ദികളെ മോചിപ്പിക്കുന്നു എന്നതാണ്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, കഴിഞ്ഞ 2 വർഷമായി ലോകം കാത്തിരിക്കുന്ന ഒരു നിമിഷത്തിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണം കരുതാൻ. പലസ്തീൻ്റെ സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളതെങ്കിലും കഴിഞ്ഞ 2 വർഷമായി നടക്കുന്ന അതിഭീകരമായ യുദ്ധത്തിന് ഒരു താത്കാലിക വിരാമമെങ്കിലും ഇപ്പോൾ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വരുന്ന 10 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിൽ നിന്ന് ഹമാസ് പിടിച്ചുകൊണ്ടുപോയ അതിൽ ബാക്കിയുള്ള ബന്ദികളെ ഇന്ന് വരുന്ന 10 മണിക്കൂറിനുള്ളിൽ വിട്ടു നൽകും. അതിനുള്ള നടപടികൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു മുഹൂർത്തത്തിനായിട്ടാണ് ഇപ്പോൾ ലോകം കാത്തിരിക്കുന്നത്. അതുപോലെ 2000-ഓളം വരുന്ന പലസ്തീനി ബന്ദികളെയും ഇസ്രായേലും വിട്ടു നൽകാൻ ഒരുക്കമായിരിക്കുന്നു. അതിൽ 250-ഓളം പേർ അവർ ജീവപര്യന്തം ഇസ്രായേലിൽ തടവിലായിരുന്നു, അവരെ വിട്ടു നൽകും. അതുപോലെ 1718 ബന്ദികളെയും ഇസ്രായേൽ കൈമാറും. അങ്ങനെ ഏകദേശം 2000-ഓളം ആളുകളെയാണ് ഇന്ന് പലസ്തീനിലേക്ക് കൈമാറുന്നത്. അതുപോലെ 20-ഓളം ഇസ്രായേലി ബന്ദികളെയും ഹമാസ് കൈമാറും. അങ്ങനെ ഗാസയുടെ സമാധാന കരാറുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ ഘട്ടം ഇന്ന് നടക്കുന്ന ഏറെ പ്രധാനപ്പെട്ട ദിനം കൂടിയാണ്. ഈ ഒരു ബന്ദി കൈമാറ്റമാണ് ഈ ഗാസയുടെ വെടിനിർത്തലിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇന്ന് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ശുഭാപ്തി വിശ്വാസമുള്ള കാര്യം. എന്തായാലും ഇന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്
യുദ്ധം അവസാനിച്ചിരിക്കുന്നു, അതുപോലെ ഇനി വെടിനിർത്തൽ തുടരും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ വെടിനിർത്തൽ അത് ഇനിയും മുന്നോട്ട് പോകും, അത് തുടരുമെന്നുള്ള ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നു. ഇന്ന് ഈജിപ്തിൽ 20 ലോകരാജ്യങ്ങളുടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിൽ ഇന്ത്യയുടെ പ്രതിനിധി അടക്കമുണ്ടാകും. ഗാസയുടെ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഈ മീറ്റിംഗിലായിരിക്കും ചർച്ച ചെയ്യുക. അതിലൊരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് വേണം കരുതാൻ. അതിൽ ബെഞ്ചമിൻ നെതന്യാഹു പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ ഹമാസിന്റെ പ്രതിനിധികൾ നേരിട്ടല്ലാതെ പങ്കെടുക്കും. അതുപോലെ ഇന്ത്യ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ബ്രിട്ടൻ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളും ഈ മീറ്റിംഗിൽ ഉണ്ടാവും. ഇതിൽ ഈജിപ്തും അമേരിക്കയുമാണ് ഇതിൽ അധ്യക്ഷത വഹിക്കുക. ഈജിപ്തിലെ കെയ്റോയിലാണ് ഈ ഒരു ചർച്ച നടക്കുക. അത് ഇന്ന് ഉണ്ടാകും. ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബന്ദികളെ കൈമാറും എന്നുള്ളതാണ് ഹമാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതനുസരിച്ചുള്ള കൈമാറ്റം ഇന്ന് വരുന്ന 10 മണിക്കൂറുകളിൽ നടക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അതുമായി മാത്രമല്ല, ഇപ്പോൾ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ വളരെ ചുരുങ്ങിയ ഹ്യൂമാനിറ്റേറിയൻ സോണിൽ നിന്നിരുന്ന ആളുകൾ സ്വന്തം വീടുകൾ തേടി ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അവിടെ കല്ലും മണ്ണും മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അവർക്ക് സ്വന്തം നാടിലേക്ക് അവർക്ക് സ്വതന്ത്രമായി വിഹരിക്കാനുള്ള ഒരു അവസരമെങ്കിലും നിലവിലുണ്ടായിരിക്കുന്നു. ഏത് നിമിഷവും തലയിലേക്ക് ഒരു മിസൈൽ വന്ന് പതിക്കുമെന്നുള്ള പേടി താത്കാലികമായെങ്കിലും അവർക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ജോർദാനും റഫ ഇടനാഴി വഴി, റഫ അതിർത്തി വഴി നിരവധി ട്രക്കുകളാണ് ഇപ്പോൾ സഹായങ്ങളുമായി ഗാസയിലെ ജനങ്ങൾക്ക് സഹായങ്ങളുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ലോകരാജ്യങ്ങളുടെ എല്ലാ സഹായങ്ങളും അതിലുണ്ട്. അതിൽ നിരവധി ട്രക്കുകൾ അവരെ കയറ്റിവിടാനുള്ള അനുമതി ഇസ്രായേൽ നൽകിയിരിക്കുന്നു. ഇസ്രായേൽ സൈന്യം ഒരു വാഹനത്തെ പോലും തടയുന്നില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ വാഹനങ്ങളും ഗാസയിലേക്ക് എത്തുന്നുണ്ട്. അവർക്ക് വേണ്ട ആഹാരങ്ങളും ഭക്ഷണങ്ങളും അതുപോലെ മരുന്നുകളും അടക്കം ഗാസയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ശുഭകരമായ കാര്യം. ആ കാര്യത്തിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഗാസയിലെ മനുഷ്യർ വളരെ സന്തോഷഭരിതരാണ്. അവർക്ക് ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഗാസയെ സംബന്ധിച്ച്, പലസ്തീനികളെ സംബന്ധിച്ച് അവർക്ക് സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലുതെങ്കിലും കഴിഞ്ഞ 2 വർഷമായി അവർ അനുഭവിക്കുന്ന ദുരിതത്തിന് താത്കാലികമായെങ്കിലും ഒരു വിരാമം വന്നിരിക്കുന്നു എന്നുള്ളതിൽ അവർ ഏറെ സന്തോഷഭരിതരാണ്. മാത്രമല്ല, ഈ ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഹമാസ് ഇന്ന് ഒരു അഭ്യർത്ഥന മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ കൈമാറുന്ന ബന്ദികളിൽ അവർ പ്രധാനപ്പെട്ട 7 പേരുടെ ലിസ്റ്റ് കൊടുത്തിരുന്നു. അവരെയും കൂടെ കൈമാറണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരെന്ന് പറയുന്നത് മർവാൻ ബർഗൌട്ടിയും അഹമ്മദ് സാദത്തുമാണ്. ഈ 2 പേരെയും കൂടി കൈമാറണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടില്ല. അനുശ്രീ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ചൈനീസ് ഇറക്കുമതികൾക്ക് 100% തീരുവ ചുമത്തുമെന്ന ഡൊണാൾഡ് ട്രംപ് ഭീഷണിയെ ഭയക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ചൈന. നിലപാടിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ തിരിച്ചടിക്കുമെന്ന് ചൈന അറിയിച്ചിട്ടുണ്ട്. നവംബർ 1 മുതൽ സോഫ്റ്റ്വെയറുകളിൽ പുതിയ നിയന്ത്രണങ്ങൾക്കൊപ്പം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ധാതുഖനനവും സംസ്കരണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകളുടെയും ഉപകരണങ്ങളുടെയും കയറ്റുമതിയിൽ ചൈന വ്യാഴാഴ്ച പ്രഖ്യാപിച്ച പുതിയ നിയന്ത്രണങ്ങൾക്ക് ബദലായാണ് അമേരിക്ക അധിക തീരുവ ചുമത്തിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, അമേരിക്കയിലെ സൗത്ത് കരോലിനയിൽ നടന്ന വെടിവെപ്പിൽ 4 മരണം, 20 പേർക്ക് പരിക്കേറ്റു. സെന്റ് ഹെലേന ദ്വീപിലെ വില്ലീസ് ബറാലിയിലായിരുന്നു സംഭവം. പ്രാദേശിക സമയം ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു ആക്രമണമുണ്ടായത്. നിരവധി പേർ സമീപത്തെ വീടുകളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും അഭയം പ്രാപിക്കുകയായിരുന്നു. അക്രമി ആരാണെന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. 4 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അജ്മാനിൽ മാനസിക നില തെറ്റിയ നിലയിൽ കണ്ടെത്തിയ യുവതി മനുഷ്യക്കടത്തിന്റെ ഇരയെന്ന് കുടുംബം. ആലപ്പുഴ തോട്ടപ്പള്ളി സ്വദേശിയായ 25-കാരിയാണ് സെക്സ് റാക്കറ്റിന്റെ വലയിലകപ്പെട്ടത്. ആശുപത്രിയിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് യുവതിയെ വിദേശത്ത് എത്തിച്ചത് കാർത്തികപ്പള്ളി സ്വദേശിനി താര സുരേന്ദ്രനാണെന്ന് പോലീസിന് നൽകിയ പരാതിയിൽ കുടുംബം ആരോപിക്കുന്നു. സെക്സ് റാക്കറ്റിന് വഴങ്ങാൻ തയ്യാറാകാതായതോടെ കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കിയ ശേഷം യുവതിയെ തെരുവിൽ ഉപേക്ഷിക്കുകയായിരുന്നു. അമ്പലപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചെറുപ്രായത്തിൽ തന്നെ ഭർത്താവ് ഉപേക്ഷിച്ച യുവതി. ഈ കാണുന്ന വീട്ടിലാണ് കഴിഞ്ഞ മെയ് മാസം വരെ കുഞ്ഞുമായി അവർ താമസിച്ചത്. കയറിക്കിടക്കാൻ ഒരു വീടും കുഞ്ഞിന്റെ വിദ്യാഭ്യാസവും ലക്ഷ്യം വെച്ചാണ് 40,000 രൂപ ശമ്പളം നൽകാമെന്ന താരയുടെ വാഗ്ദാനത്തിൽ അജ്മാനിലേക്ക് 25-കാരി
വിമാനം കയറുന്നത്. കൂലിപ്പണിക്കാരായ രക്ഷിതാക്കൾ വിസ ചെലവിനായി 2 ലക്ഷം രൂപയും താരയ്ക്ക് നൽകിയതായി പറയുന്നു. ആശുപത്രിയിൽ ക്ലീനിംഗ് ജോലിയായിരുന്നു വാഗ്ദാനം ചെയ്തത്. ഗൾഫിലെത്തിയതോടെയാണ് യുവതി കെണിയിലകപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പം മെയ് 6-ാം തീയതിയാണ് അജ്മാലിലേക്ക് രാത്രി 9:30-ക്കായിരുന്നു ഫ്ലൈറ്റ്. 12:30 അവിടെ എത്തിയെന്നും പറഞ്ഞ് അച്ഛൻ്റെ സിസ്റ്ററിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ രാവിലെ വീട്ടിലോട്ട് വിളിച്ചോളാന്ന് പറയണേന്ന് പറഞ്ഞ് അങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 തവണ വിദേശത്തേക്ക് പോയിട്ടുണ്ടല്ലേ? എങ്ങനെയായി വിദേശത്തേക്ക് പോയത്? എന്ത് ജോലിക്കായിട്ടാണ് പോയത്? ആദ്യത്തെ പ്രാവശ്യം പോയത് സൂപ്പർ മാർക്കറ്റിലായിരുന്നു. അത് അവിടെ ഇരുന്ന് വിളിക്കുകയും എടുക്കുകയും നമ്മളോട് സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പോയ പ്രാവശ്യത്തെ നമ്മളെ വിളിച്ചിട്ടോ സംസാരിച്ചിട്ടോ അപൂർവം മാത്രമേ നമ്മളോട് സംസാരിക്കുകയോ എടുക്കുകയോ ചെയ്തിട്ടുള്ളൂ. ഈ രണ്ടാമത് പോയതിനു ശേഷം അല്ലേ? അപ്പോൾ ഈ രണ്ടാമത് പോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത് എങ്ങനെയായിരുന്നു? അവൾക്ക് കുറച്ച് കടങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവളെ കുഞ്ഞിനെയും കൊണ്ട് ഈ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവൾക്കൊരു വീട് വെക്കണമെന്നുള്ള ലക്ഷ്യവും പിന്നെ കടങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് വീട്ടണം, അവളുടെ മോളെ നല്ല രീതിയിൽ വളർത്തണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അവള് പോകാൻ ഒരുങ്ങിയത്. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് നേരത്തെ പറഞ്ഞ സ്ത്രീയാണോ? താര തന്നെയായിരുന്നു ആദ്യം കൊണ്ടുപോയതും. സൂപ്പർ മാർക്കറ്റിലേക്കുള്ള അത് സൂപ്പർ മാർക്കറ്റിൽ കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്നു. പിന്നെയും താര വിളിച്ചിട്ടാണ് എൻ്റെ കുട്ടി പോകുന്നത്. ഈ താര എങ്ങനെയാ പരിചയം? അവള് മൈക്രോ ഫിനാൻസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടെ ലോൺ ചെയ്യാൻ പോയി, അങ്ങനെയുള്ള പരിചയമാണ്. ഈ താര അവിടെ ലോൺ എടുക്കാൻ വന്നിരുന്നു? താര ലോൺ ചെയ്യാനായിട്ട് അവൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. താരയുടെ ഭർത്താവിന്റെ വീട്ടിലും താരയുടെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു. താര എന്ത് പറഞ്ഞാണ് അനിതി പരിചയപ്പെടുന്നത്? നേരത്തെ ഇവർ കിണിയുടെ കടയിൽ നിന്നുള്ള പരിചയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പരിചയപ്പെടുന്നത് ഈ ലോണിന്റെ SKSന്റെ ലോണിന്റെ ചെയ്യാൻ പോയപ്പോൾ അങ്ങനെയുള്ള പരിചയമായിരുന്നു. വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യാനോ വിവരങ്ങൾ പങ്കുവെക്കാനോ അനുവദിച്ചിരുന്നില്ല. ഒടുവിൽ വീട്ടുകാരെ ബന്ധപ്പെട്ടപ്പോൾ മാനസിക നില തകർന്ന അവസ്ഥയിലായി. മർദ്ദനമേറ്റ് മുഖം വീങ്ങിയിരുന്നെന്നും സഹോദരി പറയുന്നു. മുടി തലയിൽ നിന്ന് വടിച്ചു മാറ്റി. അവളുടെ മുടി മുറിച്ച് വടിക്കുകയും ചെയ്ത് അവളെ ദേഹോപദ്രവം ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും ഒടുവിൽ വീഡിയോ കോൾ ചെയ്യുന്ന ഒരു വെള്ളിയാഴ്ചയോടുകൂടി അവളെ ഒടുവിൽ എന്നെ വീഡിയോ കോൾ ചെയ്യുന്നത്. ആദ്യമായിട്ടും അവസാനമായിട്ട് ചെയ്ത വീഡിയോ കോൾ അതായിരുന്നു. വേറെ കുട്ടികളെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടോ? 25 വയസ്സുള്ളല്ലോ അനിയത്തിക്ക്. അത്തരത്തിൽ ഇങ്ങനെ വേറെ ആളുകളെ ഈ താര കൊണ്ടുപോയതേ അറിയാവോ? എൻ്റെ അറിവിൽ അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടൊന്നുമില്ല. ഈ താര പിന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലേ? കോണ്ടാക്ട് ചെയ്യാൻ അവള് വാട്സപ്പിലെല്ലാം മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരികയോ ഒന്നും ചെയ്തിട്ടില്ല. DP മാറ്റിയിട്ട് നോക്കിയിട്ട് ഒന്നും, നമ്പർ ചേഞ്ച് ചെയ്തിട്ടൊന്നും റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല. ഇല്ല. താരയെ സംബന്ധിച്ച് ആരോപണം ശരിവെച്ചുകൊണ്ട് അവരുടെ മുൻ ഭർത്താവ് ശരത്തും രംഗത്തെത്തിയിട്ടുണ്ട്. മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് മനുഷ്യക്കടത്തിന് ഇരയാക്കപ്പെട്ട യുവതിയും താരയുമായി പരിചയപ്പെടുന്നത്. യുവതിയുടെ 7 വയസ്സുകാരിയായ മകളെ അജ്മാനിലെത്തിച്ചാൽ 10 ലക്ഷം രൂപ നൽകാമെന്ന് റാക്കറ്റിന്റെ വാഗ്ദാനം ഉണ്ടായിരുന്നുവെന്നും കുടുംബം പറയുന്നു. ഇവിടുന്ന് കുറെ പേരെ കൊണ്ടുപോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ നമുക്ക് ആരാ എന്തോന്നൊന്നും ഒരു അറിവും നമ്മുടെ ഇതിലില്ല. അല്ല, അനീതിയുടെ കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ രീതിയിൽ ട്രാപ്പ് ചെയ്യാനാണ് നോക്കിയത്. ഇപ്പം അവള് പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ അവളെ ട്രാപ്പ് ചെയ്യാനാണ് അവർ കഴിവതും ശ്രമിച്ചത്. അതിൽ പ്രതിരോധിച്ചപ്പോഴാണ് ഈ ഉപദ്രവം ഏൽക്കേണ്ടി വന്നത്. ഇപ്പൊ ഒരു മാനസിക നില തെറ്റിയ നിലയിലാണ് ആള്. മാനസികാവസ്ഥ തെറ്റിയ നിലയിലാണ് എന്റെ കുട്ടി ഇപ്പോൾ ഉള്ളത്. തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടല്ലേ? പോലീസിൽ പരാതി നൽകിയോ? ശരിക്കും ഇതൊരു മനുഷ്യക്കടത്ത് പോലെ തന്നെയാണല്ലോ. അവിടേക്ക് മറ്റ് കബളിപ്പിക്കൽ അടക്കമുള്ള കാര്യം, ഈ വിസ കാര്യങ്ങളൊന്നും നിങ്ങൾ വെരിഫൈ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല? ഞങ്ങൾ അന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞടി എനിക്ക് വിസയുടെ കോപ്പിയും വേണം, പാസ്പോർട്ടിന്റെ വിസയുടെയും ടിക്കറ്റിന്റെയും കോപ്പി വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ ഇട്ട് തരാന്ന് പറഞ്ഞിട്ട് അവള് പിന്നെ അത് ഇട്ട് തന്നിട്ടേ ഇല്ല. സെക്സ് റാക്കറ്റിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട യുവതിയെ മനോനില തെറ്റിയ നിലയിൽ തെരുവിൽ കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ ചികിത്സയിലാണ്. മനോനില വീണ്ടെടുക്കാനാകാത്തതിനാൽ നാട്ടിലേക്ക് കയറ്റി അയക്കാൻ കഴിയാത്ത അവസ്ഥ. അമ്മ നാട്ടിലെത്തുന്നത് കാണാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ഈ വീട് കണ്ടോ? കയറി കിടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലുള്ള ഒരു വീടാണിത്. ഒറ്റമുറി മാത്രമാണുള്ളത്. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു. ഒരു 2 മുറി വീട് വെക്കണം, ഒപ്പം തന്നെ ഈ കുഞ്ഞിനെ മികച്ച വിദ്യാഭ്യാസം നൽകി പഠിപ്പിക്കണം. ഈ 2 ആഗ്രഹങ്ങളുടെ പുറത്താണ് ആ അമ്മ കടൽ കടന്നു പോയത്. പക്ഷെ അവളുടെ ജീവിതം ദുരന്ത സമാനമായ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ആ ഒരു സ്ഥിതി ആ യുവതിക്ക് വരുത്തി വെച്ചവർക്കെതിരെ കർശന നിയമ നടപടി പോലീസ് സ്വീകരിക്കണം.
ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. എല്ലാം മാസ്ക് ചെയ്ത് കൊടുക്കാവുള്ളേ. കോഴിക്കോട് മുത്താലം മിനി സ്റ്റേഡിയത്തിലെ നവീകരണ പ്രവൃത്തികൾ അശാസ്ത്രീയമെന്ന ആരോപണം. കരാറുകാരും ഉദ്യോഗസ്ഥരും അഴിമതിക്ക് നേതൃത്വം നൽകുന്നെന്നാണ് പരാതി. സംഭവത്തിൽ നാട്ടുകാർ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. മുക്കം നഗരസഭയിലെ മുത്താലം മിനി സ്റ്റേഡിയത്തിൽ 2,40,000 രൂപ ചെലവഴിച്ച് നടത്തുന്ന നവീകരണ പ്രവൃത്തിയിലാണ് നാട്ടുകാർ അശാസ്ത്രീയതയും അഴിമതിയും ആരോപിക്കുന്നത്. നിലവിൽ കാണികൾക്കിരിക്കാൻ സംരക്ഷണ ഭിത്തി പണിത് ടൈലിടുന്ന പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. എന്നാൽ പലയിടത്തും ടൈലിടാതെ വെറും സിമന്റ് മാത്രം പൂശുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നിലവിൽ 3 ഭാഗവും ഇരുമ്പ് നൈറ്റുള്ള ഗ്രൗണ്ടിൽ ഇതിന്റെ തുടർ നിർമ്മാണവും അവതാളത്തിലായി. ഇത് ചോദ്യം ചെയ്യാൻ ചെന്ന നാട്ടുകാരെ കരാറുകാരൻ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. തുടർന്ന് ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മുത്താലം ഭാരവാഹികൾ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. 2,40,000 രൂപയാണ് ഈ ഗ്രൗണ്ടിന് പാസ്സായതെന്ന് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. മുത്താലത്തുള്ള ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഭാരവാഹികളാണ് ഈ നിൽക്കുന്ന എല്ലാവരും. അന്നപ്പം ഒരു 40,000 രൂപേൻ്റെ വർക്ക് പോലും ഇവിടെ നടന്നിട്ടില്ല. അയാൾ ഞങ്ങളോട് മോശമായ ചോദ്യം ചെയ്തപ്പോൾ അയാൾ മോശമായ രീതിയിൽ നിങ്ങൾ കണ്ടോണം കൂട്ടിക്കോ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ നനയ്ക്കാൻ പറഞ്ഞപ്പോൾ മൂപ്പര് നനയ്ക്കില്ല. തേച്ച് കഴിഞ്ഞാൽ നനയ്ക്കണ്ടേ, അത് ഇതുവരെ അയാൾ ചെയ്തിട്ടുമില്ല. ഈ സമയം വരെ ചെയ്തില്ല. പുതുതായി ഇരുമ്പ് നൈറ്റ് സ്ഥാപിക്കേണ്ടിയിരുന്ന സ്ഥലങ്ങളിലാണ് നിലവിൽ സംരക്ഷണ ഭിത്തി കെട്ടി ടൈൽ വിരിച്ചത്. പകരം പ്രദേശവാസികളിൽ ചിലരുടെ വീടുകളിലേക്ക് പോകേണ്ട വഴി തടസ്സപ്പെടുത്തിയാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതെന്നാണ് ആക്ഷേപം. വഴി അനുവദിക്കാൻ പറഞ്ഞപ്പോൾ ഇതിന് പണമില്ലെന്ന് പറഞ്ഞ് കരാറുകാരൻ കൈയൊഴിയുകയായിരുന്നു. എന്നാൽ നവീകരണത്തിന് അനുവദിച്ച പണത്തിന്റെ പകുതി പോലും ചെലവഴിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കരാറുകാരന് അനാസ്ഥ ഉണ്ട്. അതുപോലെ തന്നെ ഇത് നോക്കി നടത്തിയ എഞ്ചിനീയർക്കും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നാട്ടിൽ സെൻട്രിങ്ങിന്റെ വർക്കിന് പോകുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ടൈലിന്റെ പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് എവിടെയാണ് അപാകത, ഏത് രീതിയിലാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വന്ന് അറിയാൻ പറ്റും. അപ്പം ഒരു സെൻട്രിങ്ങാരൻ വന്നിട്ട് ചെയ്ത് കാര്യങ്ങൾ പറയാണ്, ബെൽറ്റ് അടിച്ച് അതിന്റെ മുകളിൽ കുമ്മായം തേച്ച് എന്നിട്ട് വേണം ടൈലൊട്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് പ്രോപ്പറായ ഒരു പണിയാണ്. അതിൽ നമ്മളെ വീടുകളിൽ നമ്മളല്ലാതെ ബിൽഡിങ്ങിലൊക്കെ ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അടുത്ത് കൺമുന്നിൽ ഗ്രൗണ്ടിൽ നമ്മൾ കളിച്ചു വന്ന ഗ്രൗണ്ടിൽ ഇതങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ചോദ്യം ചെയ്യാൻ രക്ഷയില്ല. ഇതിന് ഉത്തരവാദികളായ കരാറുകാരനെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് മുത്താലം ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പരാതി സമർപ്പിച്ചത്. പരാതി സ്വീകരിച്ച നഗരസഭാ സെക്രട്ടറി പണി പൂർത്തിയാകാതെ കരാറുകാരന് ഇനി പണം നൽകില്ലെന്ന് നാട്ടുകാർക്ക് ഉറപ്പു നൽകി. അല്ലാത്തപക്ഷം നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് 18 കോഴിക്കോട്. ഇനി രാവിലെയിലെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്. സ്പെഷ്യൽ ഡേയിലേക്ക്. തൃശൂർ പേരാമംഗലത്തെ ധ്വനിയുടെ 4ാം പിറന്നാളാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് അച്ഛൻ നിഷാദും അമ്മ ശാന്തിനിയും ചേട്ടൻ ധ്യാനും പിന്നെ അച്ചാച്ചനും അച്ചമ്മയുമാണ്. ധ്വനിക്കുട്ടിക്ക് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ആലങ്കോട്ടെ അൽത്താഫ് നാസില ദമ്പതികളുടെ വിവാഹ വാർഷികമാണെന്ന് അൽത്താഫിനും നാസിലയ്ക്കും 1000 വിവാഹ വാർഷികാശംസകൾ നേരുകയാണ്. ഇന്നത്തെ രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പട്രോൾ. നമസ്കാരം.